ബിഗ് ബോസ് സീസൺ 7 ഫൈനൽ മത്സരാർത്ഥികൾ അനീഷ്, അനുമോൾ, അക്ബർ, നിവിൻ, നൂറ ആൻഡ് ഷാനവാസ്. ഇതിൽ ആര് വിജയിക്കും, കപ്പ് ആര് നേടും എന്നതിൽ ഒരു സംശയവുമില്ല. ഇതിന് എല്ലാ തരത്തിലും യോഗ്യത കാണുന്നത് അനീഷിന് തന്നെയാണ്. വോട്ടിങ്ങിൻ്റെ അർത്ഥത്തിൽ കിട്ടാൻ സാധ്യതയുള്ളത് അനുമോൾക്കാണെന്ന് തോന്നുന്നു. ഇതുവരെയുള്ള നിലവാരം വെച്ച് നോക്കുമ്പോൾ അനീഷ് ആത്മാർത്ഥമായിട്ടാണ് കളിക്കുന്നത്. പക്ഷേ കോമഡി ഇങ്ങനെയുള്ള എൻജോയ്മെൻറ്റ് കുറവാണ്. കളിയിൽ ആത്മാർത്ഥതയുണ്ട്, കള്ളത്തരങ്ങളൊന്നും കാണിക്കില്ല, ഉള്ള കാര്യം വ്യക്തമായി തുറന്നു പറയും, അതൊക്കെയുണ്ട്. അനുമോൾ ജയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അവൾക്കുള്ളൂ. അവൾ തൻ്റെ കൂടെയുള്ളവരെ എങ്ങനെയൊക്കെ ഡൗൺ ആക്കാം എന്ന കാര്യത്തിൽ കണ്ടുപിടിച്ച് അവരെ ഡൗണാക്കി അവൾ മുൻപന്തിയിലെത്തുന്നു. അതായത് അനീഷിനാണ് നമ്പർ 1 എന്ന് കണ്ടപ്പോൾ അനീഷിനെ സോപ്പിട്ടെടുത്ത് അനീഷിനെ മറ്റ് പല രീതിയിലും ഡൗൺ ആക്കാൻ അവൾ ശ്രമിച്ചിരുന്നു. എന്നിട്ടും അനീഷ് മാറിയില്ല എന്നുള്ളതാണ് അനീഷിൻ്റെ ഗുണം. പിന്നെ അക്ബറാണ്. അക്ബർ 50-50% അതായത് ആത്മാർത്ഥതയിലൂടെ കളിക്കുന്നുമുണ്ട്, പക്ഷേ ചില കുറവുകളും കാണുന്നുണ്ട്. 50-50% അക്ബർ ഉള്ളത്. നെവിൻ എനിക്ക് തീരെ അവൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നില്ല. അവൻ കൊമേഡിയനാണ് എന്നുള്ളൊരു ക്വാളിറ്റി മാത്രമേ തോന്നിയുള്ളൂ. പിന്നെ നൂറ സ്മാർട്ട് ആൻഡ് സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ്. പക്ഷേ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പിറകോട്ടാണെന്ന് മാത്രം. ഷാനവാസ് ആത്മാർത്ഥതയോടെ കളിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ സ്ഥാനത്ത് പിറകെ വരുന്നു. പക്ഷേ നിവിൻ ഏറ്റവും ലാസ്റ്റായിട്ട് വരേണ്ടത്, അതായത് നൂറ ഷാനവാസ് കഴിഞ്ഞിട്ടായിരിക്കണം നിവിൻ വരേണ്ടത് എന്ന ഒരു ഇതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കൊടുക്കുന്ന വോട്ട്. ഫസ്റ്റ് അനീഷ്, അനുമോൾ, നൂറ, അക്ബർ, ഷാനവാസ്, നിവിൻ എന്നായിരിക്കും. കപ്പ് ആര് നേടും എന്നുള്ളത് എൻ്റെ മനസ്സിലുള്ള അഭിപ്രായം പറഞ്ഞു. കപ്പ് ആര് നേടും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതാനും മണിക്കൂറുകൾ മാത്രം, 2 ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ.